നമസ്കാരം. തടൈ ന്യൂസിലേക്ക് സ്വാഗതം. കോട്ടയം എരുമേലിയിൽ ഒരു കുടുംബത്തിലെ 3 പേർ പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. എരുമേലിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ പുറത്തുവരുന്നത് യുവതിയുടെ പ്രണയത്തെ ചൊല്ലിയുള്ള കുടുംബകലഹത്തിന്റെ വിവരങ്ങൾ. എരുമേലി റാന്നി റോഡിൽ ശ്രീനിപുരം പുത്തൻപുരയ്ക്കൽ ശ്രീജ, ഭർത്താവ് സത്യപാലൻ, മകൾ അഞ്ജലി എന്നിവരാണ് ഇന്നലെ പൊള്ളലേറ്റ് മരിച്ചത്. അഞ്ജലിയുടെ പ്രണയത്തെ ചൊല്ലിയുണ്ടായ വഴക്കിനിടെ അമ്മ ശ്രീജ പെട്രോൾ ഒഴിച്ച് സ്വയം തീ കൊളുത്തുകയായിരുന്നു. ശ്രീജയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഭർത്താവ് സത്യപാലനും മകൾ അഞ്ജലിക്കും പൊള്ളലേറ്റത്. ശ്രീജ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു. ഭർത്താവും മകളും കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു സംഭവം. മകളുടെ പ്രണയബന്ധം സംബന്ധിച്ചുള്ള തർക്കത്തിനു പിന്നാലെയാണ് മുൻവാതിൽ അടച്ചിട്ട ശേഷം വീടിനുള്ളിൽ വെച്ച് ശ്രീജ തീ കൊളുത്തിയത്. വീട് പൂർണ്ണമായും കത്തി നശിച്ചു. സത്യപാലനും അഞ്ജലിക്കും 90% പൊള്ളലേറ്റിരുന്നു. ഇവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ ഇവരുടെ മകൻ അഖിലേഷിനും പൊള്ളലേറ്റിരുന്നു. ഇയാളുടെ പരിക്ക് ഗുരുതരമല്ല. സംഭവവുമായി ബന്ധപ്പെട്ട് അഖിലേഷ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. സത്യപാലൻ ലൈറ്റ് ആൻഡ് സൗണ്ട് സ്ഥാപന ഉടമയാണ്. ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന അയൽവാസിയായ യുവാവും അഞ്ജലിയുമായി പ്രണയത്തിലായിരുന്നു. സത്യപാലനും കുടുംബവും ഈ ബന്ധത്തെ എതിർക്കുകയും മകളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഗൾഫിൽ നേഴ്സായി ജോലി ചെയ്തിരുന്ന അഞ്ജലി കഴിഞ്ഞ ദിവസമാണ് ജോലി സ്ഥലത്തു നിന്ന് വീട്ടിലെത്തിയത്. തുടർന്ന് ഇവരുടെ വീട്ടിലെത്തിയ യുവാവ് അഞ്ജലി വിവാഹം കഴിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും മാതാപിതാക്കൾ സമ്മതിച്ചില്ല. ഇന്നലെ രാവിലെ യുവാവ് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കൂട്ടിയെത്തി. അഞ്ജലിയെ കൂട്ടിപ്പോകാൻ ശ്രമിച്ച യുവാവ് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കൂട്ടിയെത്തി. അഞ്ജലിയെ കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെന്നും തുടർന്ന് ഇരു വീട്ടുകാരും തമ്മിൽ തർക്കവും സംഘർഷവും ഉണ്ടായെന്നും പറയുന്നു. ഇന്നലെ രാവിലെ ഈ യുവാവ് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കൂട്ടി വീട്ടിലെത്തി. അഞ്ജലിയെ കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെന്നും തുടർന്ന് ഇരു വീട്ടുകാരും തമ്മിൽ തർക്കവും സംഘർഷവും ഉണ്ടായെന്ന് അഖിലേഷ് പറയുന്നു. യുവാവും ബന്ധുക്കളും മടങ്ങിയ ശേഷം ഉച്ചയ്ക്ക് 12ഓടെ യുവതിയുടെ കുടുംബാംഗങ്ങൾ തമ്മിൽ വഴക്കുണ്ടായി. ഇതിനിടയിൽ താൻ ശുചിമുറിയിൽ കയറിയ കതകടച്ചെന്നും ആ സമയം അമ്മ പെട്രോൾ ഒഴിച്ച് സ്വയം തീ കൊളുത്തിയെന്നുമാണ് അഖിലേഷ് കൊടുത്ത മൊഴി. ലൈറ്റ് ആൻഡ് സൗണ്ട് ഉപകരണങ്ങൾക്കും ജനറേറ്ററിനുമായി പെട്രോൾ വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചിരുന്നു. അഖിലേഷാണ് അച്ഛനെയും സഹോദരിയെയും വീടിനുള്ളിൽ പുറത്തെത്തിച്ചത്. പൊള്ളലേറ്റ് മരിച്ചു കിടന്ന ശ്രീജയെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് അഗ്നിരക്ഷാസേനയെത്തി തീയണച്ച ശേഷമാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്.